അപ്പോൾ പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ സുപ്രീം കോടതിയിൽ 200-ലേറെ ഹർജികൾ ഇന്നിപ്പോൾ എത്തും. അതിൽ ഡിവൈഎഫ്ഐ അടിയന്തരമായിട്ട് ഈ കേസ് കേൾക്കണമെന്ന് ആവശ്യപ്പെടുന്നു. മുസ്ലിം ലീഗ് സമർപ്പിച്ച ഹർജിയും ഇതിൽ പരിശോധിക്കുന്നുണ്ട്. അടിയന്തരമായി ഈ ചട്ടം സ്റ്റേ ചെയ്യണം എന്നാണ്, ഈ വിജ്ഞാപനം ചെയ്തത് സ്റ്റേ ചെയ്യണം എന്നതാണ് ലീഗ് സമർപ്പിച്ചിരിക്കുന്ന ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. 200ഓളം ഹർജികളാണ് സുപ്രീം കോടതിയിൽ എത്തുന്നത്. നമുക്കൊപ്പം ശ്യാം ദേവരാജ് ലീഗൽ കറസ്പോണ്ടന്റ് ചേരുന്നുണ്ട്. ശ്യാം ദേവരാജ്, വെരി ഗുഡ് മോർണിംഗ്. ഇനി അങ്ങോട്ട് തിരക്കിട്ട ദിവസങ്ങളായിരിക്കും നമുക്കെല്ലാം. 200 ഹർജികളാണ് എത്തുന്നത്. നേരത്തെ 140 പെറ്റീഷനുകളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നത്. ഈ ഘട്ടത്തിലാണ് സുപ്രീം കോടതിയിലെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ചട്ടം വിജ്ഞാപനം ചെയ്തു ഇരിക്കുന്നത് പൗരത്വ നിയമ ഭേദഗതിയിൽ. അപ്പോൾ ഇന്ന് 200-ലേറെ ഹർജികൾ എത്തുമ്പോൾ ഇതെല്ലാം ഒരുമിച്ചായിരിക്കുമല്ലോ സുപ്രീം കോടതി പരിഗണിക്കുക. ഇതിൽ ഡിവൈഎഫ്ഐയുടെ ഉണ്ട്, ലീഗിൻ്റെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരിക്കാം ഒരുപക്ഷെ സുപ്രീം കോടതി എത്തിച്ചേരാനുള്ള നിഗമനം? കാര്യം നിലവിൽ സുപ്രീം കോടതി ആ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. ആ വിഷയത്തിൽ സ്റ്റേ അനുവദിച്ചിരുന്നില്ല എന്നതാണ് കേന്ദ്ര സർക്കാർ ഈ വിജ്ഞാപനം നടപ്പാക്കുന്നതിനുള്ള ഒരു സാധ്യതയായി കണ്ടതും. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന അവസരത്തിലാണ് ഈ 200 ഹർജികളും എത്തുന്നത്. ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്? നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്യാം? ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനം തെരഞ്ഞെടുപ്പ് കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയ തിരക്കിലേക്കും, കാരണം CAA അടക്കമുള്ള വിഷയങ്ങൾ സുപ്രീം കോടതിയിലേക്കും എത്തുന്നത്. CAA വിഷയത്തിൽ പൗരത്വ ഭേദഗതി നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികൾ, ഒരു കൂട്ടം ഹർജികൾ, ഏതാണ്ട് 200-ലധികം ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. 2 വർഷം മുമ്പ് സമർപ്പിക്കപ്പെട്ടതാണിത്. DYFI, സംസ്ഥാന സർക്കാർ, മുസ്ലിം ലീഗ്, വിവിധ മുസ്ലിം സംഘടനകൾ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവിധ സാമൂഹ്യ സംഘടനകൾ അടക്കം ഉള്ള ഏതാണ്ട് 200-ലധികം ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയുള്ളത്. ഈ ഹർജികൾ ഇതുവരെയും കാര്യമായ രീതിയിൽ ഒരു പരിഗണന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാദമോ ഒന്നും സുപ്രീം കോടതി കേട്ടിരുന്നില്ല. പക്ഷേ ഇന്നത്തെ പ്രത്യേക സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാനുള്ള എല്ലാ വിജ്ഞാപനവും അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ ഇന്നലെ വൈകിട്ടോടുകൂടി പൂർത്തിയാക്കിയെന്നതാണ്. അതിൻ്റെ ചട്ടങ്ങളടക്കം നിലവിൽ വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ നിയമം നിലവിൽ വന്നു കഴിഞ്ഞു, അതിൻ്റെ ചട്ടങ്ങളടക്കം നിലവിൽ വന്നു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഈ നിയമം സ്റ്റേ ചെയ്യണം, ഇതിന്മേൽ അടിയന്തരമായി വാദം കേൾക്കണം, ഇത് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നതാണ് DYFIയുടെ ആവശ്യം. DYFIയുടെ അഭിഭാഷകൻ ഇന്ന് ഈ വിഷയം സുപ്രീം കോടതി മുൻപാകെ ഉന്നയിക്കുകയും ചെയ്യും. ഈ വിഷയം, ഈ സ്റ്റേ പൗരത്വ ഭേദഗതി നിയമം, CAA നിയമം സ്റ്റേ ചെയ്യണമെന്ന് ലീഗിൻ്റെ അഭിഭാഷകനും മുസ്ലിം ലീഗിൻ്റെ അഭിഭാഷകനും ഇന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ നൽകിയ ഭരണഘടനയുടെ അനുച്ഛേദം 131 അനുസരിച്ച് നൽകിയ ഒരു ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇതെല്ലാം സമാന വിഷയങ്ങളായതിനാൽ, അല്ലെങ്കിൽ CAA പൗരത്വ ഭേദഗതി നിയമം ചോദ്യം ചെയ്തുള്ള ഹർജി ആയതിനാൽ ഇതെല്ലാ ഹർജികളും നേരത്തെ ഒരു 4 മാസം മുൻപ് ഒരുമിച്ച് പരിഗണനയ്ക്ക് വന്നിരുന്നു. അതിനുശേഷം ഇന്ന് ഇത് പ്രത്യേകമായി കോടതിയുടെ മുൻപിൽ ഉന്നയിക്കുകയും അടിയന്തരമായി പരിഗണിക്കണം എന്ന കാര്യവുമാണ് DYFIയും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ചീഫ് ജസ്റ്റിസ് ഡോക്ടർ DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന് മുന്നിലാണ് ഈ ഹർജികൾ ഇന്ന് രാവിലെ 10:00 കോടതി നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ ഉന്നയിക്കുക. ഈ നിയമം സ്റ്റേ ചെയ്യണമെന്നും ഇതിന്മേൽ അടിയന്തരമായി വാദം കേൾക്കണം എന്നും ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നുമാണ് DYFIയും മുസ്ലിം ലീഗും സംസ്ഥാന സർക്കാരും ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഭരണഘടനയുടെ അനുച്ഛേദം 14 അനുസരിച്ച് തുല്യതയ്ക്ക് വിരുദ്ധമാണ് CAA നിയമം, പൗരത്വ ഭേദഗതി നിയമം എന്നാണ് ഇവരുടെയെല്ലാം ഈ ഹർജികളിലെല്ലാം പ്രധാനപ്പെട്ട ആക്ഷേപം. ഓക്കെ ശ്യാമെ, പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് 200-ലേറെ ഹർജികൾ എത്തിയിരിക്കുന്നത്. പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചട്ടത്തിന്റെ വിജ്ഞാപനം റദ്ദു ചെയ്യണം എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അത് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുസ്ലിം ലീഗും കോടതിയെ സമീപിച്ചിട്ടുണ്ട്.